സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചാനലിൽ മുമ്പ് വായിച്ച കഥകൾ കേൾക്കുന്നതിനായി ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാകും. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 6ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. സിംഹാസനത്തിലേറുന്നതിനായി 6ാം ദിവസവും ഭോജരാജാവ് പരിവാര സമേതം എഴുന്നള്ളി 5 പടികൾ തടസ്സങ്ങളൊന്നുമില്ലാതെ കയറി. 6ാമത്തെ പടിയിൽ കാൽ തൊട്ട നേരം കാവൽ നിന്ന മരപ്പാവ കൈനീട്ടി തടഞ്ഞു. രസിക എന്നായിരുന്നു ആ സാലഭഞ്ജികയുടെ പേര്. കഴിഞ്ഞ 5 ദിവസവും അങ്ങയോട് ഈ സിംഹാസനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടും അങ്ങ് ഈ സാഹസകൃത്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെന്നോ? ഇത് കുറെ കഷ്ടമാണ്. വിക്രമാദിത്യ മഹാരാജാവുമാണ് സിംഹാസനമാണ്. അദ്ദേഹം ആള് കേമനായിരുന്നു. ഒക്കെ ശരി തന്നെ. എത്രയോ രാജാക്കന്മാർ കേമന്മാരായിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് അദ്ദേഹവും എന്ന് കൂട്ടിയാൽ പോരെ? ഭോജരാജാവ് ചോദിച്ചു. വിക്രമാദിത്യ മഹാരാജാവിനോട് മറ്റേത് രാജാവിനെയാണ് അങ്ങ് തുലനം ചെയ്യാൻ തുനിയുന്നത്? ആ മഹത്വത്തിന് മുന്നിൽ മറ്റെല്ലാവരും തൃണ സമാനമാണ്. അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ നിങ്ങളുടെ രാജാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞാലും. ഭോജരാജാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് രസിക കഥ പറഞ്ഞു തുടങ്ങി. വിക്രമാദിത്യ മഹാരാജാവ് മറ്റൊരു 6 മാസത്തിനൊരുങ്ങി ഭട്ടിയും വേതാളവും ഒന്നിച്ച് പടിഞ്ഞാറൻ ദിക്കിലേക്ക് പുറപ്പെട്ടു. അതുവരെ സന്ദർശിക്കാത്ത ഒരു ഭൂവിഭാഗത്തിലൂടെയായിരുന്നു യാത്ര. നടന്നു നടന്ന് അതിമനോഹരമായ ഒരു പൊയ്കയുടെ തീരത്ത് അവർ എത്തി. തെളിഞ്ഞ വെള്ളം, തടാകത്തിന് ചുറ്റും നിറയെ ആൽമരങ്ങൾ വളർന്നു നിന്നിരുന്നു. കണ്ണിനും കരളിനും കുളിർമയുണർത്തുന്ന ആ കാഴ്ചകളിൽ അലിഞ്ഞ് വിക്രമാദിത്യൻ കുറേ നേരം ചുറ്റി നടന്നു. 2 നാഴികയിലേറെ വിസ്തീർണമുണ്ടായിരുന്നു ആ തടാകത്തിന്. ജലാശയത്തിന് പ്രദക്ഷിണം വെച്ച് മുന്നിൽ ഒറ്റയടിപ്പാത കണ്ട ഒരു അരയാൽ മരത്തിന് ചുവട്ടിൽ അവരെത്തി. ഇതുവഴി ആളുകൾ സ്ഥിരമായി നടന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു. പാതയിലേക്ക് കണ്ണയച്ച് വിക്രമാദിത്യൻ പറഞ്ഞു. പക്ഷേ അത്ര കൂടുതലായി ജനസഞ്ചാരമില്ല. നടവഴിയിൽ ഇടയ്ക്കിടെ പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? ഭട്ടി മറുപടിയായി പറഞ്ഞു. അരയാൽ മരത്തിനു താഴെ ഭട്ടിയുടെ മടിയിൽ തലവെച്ച് വിക്രമാദിത്യൻ നീണ്ടു നിവർന്നു കിടന്നു. ആ സമയം തടാകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് കലവിലെ ചിരിക്കുന്ന ശബ്ദമുയർന്നു. ഒരു സംഘം യുവതികൾ കുളി കഴിഞ്ഞ് ഈറൻമുടി ചിക്കിക്കൊണ്ട് കയറി വരികയാണ്. ഏറ്റവും മുന്നിൽ നടന്ന യുവതിക്ക് അസാമാന്യമായ സൗന്ദര്യമുണ്ടായിരുന്നു. പൊയ്കയിൽ നിന്ന് പറിച്ചെടുത്ത താമരപ്പൂവുമായി നടന്നു വന്ന അവളുടെ ചലനങ്ങൾക്ക് സവിശേഷമായ ഭംഗിയുണ്ടായിരുന്നു. അവളുടെ തോഴിമാരാകും കൂടെയുള്ളത് എന്ന് വിക്രമാദിത്യൻ ഊഹിച്ചു. ആൽമരത്തിനു മുന്നിലുള്ള ഒറ്റയടി പാതയിലൂടെ നടന്നുപോയ അവർ ആൽച്ചുവട്ടിൽ കണ്ട 2 യുവാക്കളെയും ശ്രദ്ധിച്ചു. സംഘത്തിലെ നായിക വിക്രമാദിത്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വിക്രമാദിത്യനും പകരമൊരു പുഞ്ചിരി നൽകി. കയ്യിലുണ്ടായിരുന്ന താമരപ്പൂ അവൾ മുകളിലേക്കിട്ടു പിടിച്ചു. എന്നിട്ട് വിക്രമാദിത്യനെ നോക്കി. അവൾ എന്താണ് അർത്ഥമാക്കുന്നത്? വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. താമരപ്പൂ പന്ത് കളിക്കുന്ന രീതിയിൽ മുകളിലേക്കിട്ടു പിടിച്ചത് വഴി തൻ്റെ പേരാണ് അവൾ പറഞ്ഞത്. പേര് ലീലാവതി എന്നാകാനാണ് സാധ്യത. ഭട്ടി മെല്ലെ പറഞ്ഞു. അവൾ ആ താമരപ്പൂ നെഞ്ചോടമർത്തി. അവൾക്ക് അങ്ങയോട് ഇഷ്ടമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഭട്ടി സൂചന നൽകി. അവൾ ആ താമരപ്പൂവിന് മേൽ കൈതൊട്ട് തൻ്റെ നെറ്റിയിൽ ഒരു കുറി വരച്ചു. അവളുടെ അച്ഛൻ്റെ പേര് തിലകപത്മൻ എന്നാകാം, ഭട്ടി പറഞ്ഞു. കുറച്ച് മണൽ കൂട്ടിവെച്ച് അതിനു മുകളിൽ ഒരു ഓട് കമഴ്ത്തി വെച്ച് അതിനു മുകളിൽ ആ താമരപ്പൂ സ്ഥാപിച്ചതിന് ശേഷം അവൾ നടന്നകന്നു. ഈ വഴി പോയാൽ ഓടിയിട്ടൊരു മാളികയുണ്ട്. അതിൻ്റെ 2ാം നിലയിലാണ് അവളുടെ താമസം. ഭട്ടി വീണ്ടും അവളുടെ മനസ്സിലുള്ളത് വിവർത്തനം ചെയ്തു. അവൾ പോയതിനു ശേഷം വിക്രമാദിത്യൻ മെല്ലെ എഴുന്നേറ്റു. ഇത്തവണത്തെ 6 മാസം കഴിച്ചുകൂട്ടാനുള്ള വകയായി. എന്താ, നമുക്ക് പുറപ്പെടുകയല്ലേ? വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. ഭട്ടി ഒന്ന് പുഞ്ചിരിച്ചു.
സാഹസികത തേടിച്ചെല്ലുന്ന സ്വഭാവമാണല്ലോ വിക്രമാദിത്യനുള്ളത്. അവർ ഇരുവരും ആ ഒറ്റയടിപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങി. നടന്നു നടന്ന് അവർ ചേടി എന്ന രാജ്യത്തെത്തി. പ്രധാന വീതിയിൽ തന്നെ ഇടതുവശത്തായി 2 നിലയുള്ള മുകളിൽ ഓടിയിട്ടൊരു കെട്ടിടം അവർ കണ്ടു. അന്വേഷിച്ചതിൽ അത് തിലകപത്മൻ എന്ന രത്നവ്യാപാരിയുടെ ഗൃഹമാണെന്ന് മനസ്സിലായി. വിക്രമാദിത്യനും ഭട്ടിയും വൃദ്ധ പണ്ഡിതരുടെ വേഷമെടുത്ത് നേരെ ആ ഗൃഹത്തിലേക്ക് കയറി ചെന്നു. തിലകപത്മൻ എന്ന രത്നവ്യാപാരി വലിയ ധനികനും അതേസമയം അതിഥി സൽക്കാര പ്രിയനുമായിരുന്നു. 2 പേരെയും സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം വിളമ്പാൻ മകളോട് പറഞ്ഞു. മുന്നിൽ ഇലയിട്ട് ചമ്മറം പടിഞ്ഞിരുന്ന വൃദ്ധ പണ്ഡിതർക്ക് ലീലാവതി ആഹാരം വിളമ്പി. വേഷം മാറിയാണ് എത്തിയതെങ്കിലും ലീലാവതിക്ക് വിക്രമാദിത്യനെ വേഗം മനസ്സിലായി. ഭക്ഷണത്തിനിടയിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് തിലകപത്മൻ പണ്ഡിതന്മാരോട് ചോദിച്ചു. താമസിക്കാൻ ഒരു ക്ഷേത്ര സങ്കേതം തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഭട്ടി പറഞ്ഞു. ആ ക്ഷണം ഭട്ടിയുടെ ഇലയിൽ ലീലാവതി ഒരു ചെറു കഷ്ണം കരിമ്പ് വിളമ്പി. ഭട്ടി തലകുലുക്കിയിട്ട് ആ കരിമ്പ് ഭക്ഷിച്ചു. ഇനി നാം എങ്ങോട്ടാണ് പോവുക? തിലകപത്മന്റെ ഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു. ക്ഷേത്രത്തിനു സമീപം മധുരനായികി എന്നൊരു പെൺകുട്ടിയുടെ വീടുണ്ട്. ലീലാവതിയുടെ ദാസിയാണവൾ. നമുക്ക് അവിടേക്ക് പോകാം, ഭട്ടി പറഞ്ഞു. ഈ വിവരം അങ്ങ് എങ്ങനെ മനസ്സിലാക്കി? വിക്രമാദിത്യൻ അത്ഭുതത്തോട് ചോദിച്ചു. താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ ലീലാവതി പെട്ടെന്ന് ഒരു കഷ്ണം കരിമ്പ് എൻ്റെ ഇലയിൽ വിളമ്പിയില്ലേ? മധുരനായികയെ സമീപിക്കുക എന്നാണ് അതിനർത്ഥം. അവൾ നമുക്ക് താമസിക്കാൻ വേണ്ട ഏർപ്പാടുകൾ അവിടെ ചെയ്തിട്ടുണ്ടാകണം, ഭട്ടി വിശദീകരിച്ചു. അവർ മധുരനായികയുടെ വീട് അന്വേഷിച്ചു കണ്ടുപിടിച്ചു. ലീലാവതി നേരത്തെ തന്നെ പറഞ്ഞു ചട്ടം കെട്ടിയിട്ടുള്ളതിനാൽ മധുരനായികി ഇരുവരെയും ഉപചാരപൂർവ്വം സ്വീകരിച്ചു. ലീലാവതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മധുരനായികി അവരോട് പറഞ്ഞു. 5 വയസ്സുള്ളപ്പോൾ തന്നെ ലീലാവതിയുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചതാണ്. മറ്റൊരു വ്യാപാരിയായ കതിരേശന്റെ മകൻ സുഗതനുമായിട്ടായിരുന്നു വിവാഹ നിശ്ചയം. പക്ഷേ അതിനുശേഷം 1-2 വർഷത്തിനകം സുഗതൻ നാട് വിട്ടുപോയി. പിന്നീട് അവനെപ്പറ്റി അറിവൊന്നുമില്ല. തിരിച്ചറിവാകുന്ന കാലത്തിനു മുൻപ് തന്നെ വിവാഹം പറഞ്ഞുറപ്പിച്ചു എന്ന തെറ്റിന്റെ ശിക്ഷ അവൾ അനുഭവിക്കുകയാണ്. മറ്റാർക്കും അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നെങ്കിലും സുഗതൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുകയാണ് അയാൾ. ലീലാവതിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ വിക്രമാദിത്യനും ഭട്ടിയും അടുത്ത ദിവസം തന്നെ തിലകപത്മനെ സന്ദർശിച്ചു. പക്ഷേ ഇത്തവണ വൃദ്ധവേഷത്തിലായിരുന്നില്ല. ഭട്ടി ഒരു ധനിക രത്നവ്യാപാരിയുടെ വേഷമെടുത്തു. വിക്രമാദിത്യനാകട്ടെ സുന്ദരിയായ ഒരു യുവതിയുടെ രൂപത്തിലാണ് ചെന്നത്. തന്റെ ഗൃഹത്തിലെത്തിയ അതിഥികളെ തിലകപത്മൻ സ്വീകരിച്ചിരുത്തി. ആ സമയം ഭട്ടി പറഞ്ഞു തുടങ്ങി. കുന്തള ദേശത്തു നിന്ന് വരുന്ന രത്നവ്യാപാരിയാണ് ഞാൻ. ഇതെന്റെ മകൾ വിക്രമി. ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. അങ്ങും രത്നവ്യാപാരിയാണെന്നറിഞ്ഞതിൽ സന്തോഷം. നമ്മൾ ഒരേ വർഗക്കാരാണല്ലോ. ഇനി പറയൂ, എന്താണ് അങ്ങയുടെ വിഷമം? തിലകപത്മൻ ചോദിച്ചു. എൻ്റെ മകൾ വിക്രമിയുടെ വിവാഹം അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ കഴിഞ്ഞതാണ്. പക്ഷേ ഇവളെ വിവാഹം കഴിച്ച ചെറുക്കൻ ആനന്ദൻ ചെറുപ്പത്തിൽ തന്നെ നാടുവിട്ടു. അവനെപ്പറ്റി ഇപ്പോൾ യാതൊരു വിവരവുമില്ല. അയാളെ തേടിപ്പിടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവളെയും കൂട്ടി ഈ രാജ്യം മുഴുവനും സഞ്ചരിക്കുക അത്ര എളുപ്പമല്ല. അതിനാൽ ഞാൻ പോയി വരുന്നതുവരെ എൻ്റെ മകളെ അങ്ങയുടെ ഗൃഹത്തിൽ പാർപ്പിക്കണം, ഭട്ടി അഭ്യർത്ഥിച്ചു. ഇത് അത്ഭുതമായിരിക്കുന്നു. എനിക്കും അങ്ങയുടെ അതേ അവസ്ഥ തന്നെയാണ്. എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം ചെറുപ്പത്തിൽ കഴിഞ്ഞെങ്കിലും അയാൾ ഇപ്പോൾ സ്ഥലത്തില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. എന്തായാലും അങ്ങയുടെ മകൾ ഇവിടെ നിൽക്കട്ടെ. എൻ്റെ മകൾക്ക് ഒരു കൂട്ടാവും. അവർ തുല്യദുഃഖിതരുമാണല്ലോ, തിലകപത്മൻ പറഞ്ഞു. അങ്ങനെ വിക്രമിയെ ആ ഗൃഹത്തിൽ വിട്ട് ഭട്ടി തിരികെ മധുരനായികയുടെ വീട്ടിൽ പോയി താമസിച്ചു. വിക്രമിയെ ലീലാവതി പുഞ്ചിരിയോടെ സ്വീകരിച്ചു. തൻ്റെ മാളികയിൽ തന്നെ അവൾക്ക് താമസ സൗകര്യവും നൽകി. ഒരു നാൾ
ആ നാട്ടിലെ രാജാവ് നഗരപ്രദക്ഷിണത്തിനിറങ്ങി. രാജാവിൻ്റെ നഗരപ്രദക്ഷിണം ഉത്സവം പോലെയാണ്. ആബാലവൃദ്ധൻ ജനങ്ങളും രാജാവിനെ ഒരു നോക്ക് ദർശിക്കാൻ വഴിയുടെ ഇരുവശവും കാത്തിരിക്കും. രാജാവാകട്ടെ കുതിരവണ്ടിയിൽ ഉയർത്തിക്കെട്ടിയ പീഠത്തിലിരുന്ന് പ്രജകളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അന്ന് നഗരപ്രദക്ഷിണത്തിനിറങ്ങിയ രാജാവ് വഴിയുടെ ഇരുവശത്തു നിന്ന ജനങ്ങളെ കൈവീശിക്കാട്ടി രഥത്തിൽ അങ്ങനെ നീങ്ങുകയായിരുന്നു. തിലകപത്മന്റെ മാളികയിലെ മട്ടുപ്പാവിൽ തനിക്ക് പുറംതിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന 2 യുവതികളെ രാജാവ് കണ്ടു. അവർ തിരിഞ്ഞു നോക്കുന്നതേയില്ല. രാജാവിന് അത്ഭുതവും അതിലേറെ കോപവും തോന്നി. നാട് മുഴുവനും തൻ്റെ വരവിന് അഭിവാദ്യം നേർന്നും തൻ്റെ ആഡംബര രഥം കണ്ട് ആർപ്പു വിളിച്ചും ആഘോഷിക്കുമ്പോൾ അതൊന്നും അറിയാതെ 2 പേർ ചിരിച്ചു കളിച്ച് സംസാരിച്ചു നിൽക്കുകയാണ്. അവർ രഥത്തിനു നേരെ ഒന്ന് കണ്ണയക്കുന്നു പോലുമില്ല. തിലകപത്മന്റെ മകൾ ലീലാവതിയല്ലേ നമ്മെ ഗവനിക്കാതെ ആ മട്ടുപ്പാവിൽ നിൽക്കുന്നത്? രാജാവ് സമീപത്ത് നിന്ന സേവകനോട് ചോദിച്ചു. അതെ, സേവകൻ ഭയഭക്തിയോടെ പറഞ്ഞു. കൂടെയുള്ളതോ? അത് അവിടെ താമസിക്കുന്ന മറ്റൊരു പെണ്ണാണ്. ലീലാവതിയുടെ കല്യാണച്ചക്കൻ മടങ്ങി വന്നോ? രാജാവ് വീണ്ടും ചോദിച്ചു. ഇല്ല. രാജാവ് ഒന്നിരുത്തി മൂളി. പ്രായപൂർത്തിയായിട്ടും വിവാഹം നടക്കാത്തതിനാൽ വിഷാദിച്ചു കഴിയുകയാണ് ലീലാവതി എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ താൻ കാണുന്നത് ആനന്ദത്തോടെ ആമോദത്തോടെ കളിച്ചിരി ചൊല്ലുന്ന ഒരാളെയാണ്. അതിനർത്ഥം അവൾക്ക് ഏതെങ്കിലും കാമുകനോട് താല്പര്യമുണ്ടെന്നല്ലേ? ഒരുപക്ഷെ രഹസ്യമായി മറ്റാരെങ്കിലുമായി അവളുടെ വിവാഹം നടന്നു കാണാനും മതി. അന്നു തന്നെ രാജാവ് തിലകപത്മനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു. തിലക്, നിങ്ങളുടെ മകളുടെ ചെറുക്കൻ മടങ്ങി വന്നോ? ഇല്ല, അവൻ പോയിട്ട് 10-12 വർഷമായി. ഇതുവരെ വിവരമൊന്നുമില്ല, തിലകപത്മൻ ഭവ്യതയോടെ പറഞ്ഞു. അത് ശരിയല്ല. ഒന്നുകിൽ അവൻ മടങ്ങി വന്നു കാണണം, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ രഹസ്യമായി മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചു കാണും, രാജാവ് ഗൗരവത്തോടെ പറഞ്ഞു. രണ്ടും ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങനെ കൽപ്പിച്ചത് എന്തുകൊണ്ടെന്ന് അടിയന് മനസ്സിലാവുന്നില്ല, തിലകപത്മൻ വിഷമത്തോടെ പറഞ്ഞു. രാജാവിന് കോപം മൂക്കത്താണ്. അദ്ദേഹം ശബ്ദമുയർത്തി. നിങ്ങളുടെ മകൾക്ക് ഒരു രഹസ്യ ഭർത്താവുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാനത് തെളിയിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം അവളെയും ഒപ്പം നിങ്ങളുടെ കുടുംബത്തെയും ഞാൻ നാടുകടത്തുന്നതാണ്. അല്ല മഹാരാജാവേ, എൻ്റെ മകൾ നിർദോഷിയാണ്, തിലകപത്മൻ വൈവശ്യത്തോടെ പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. ഇന്നേക്ക് 41 ദിവസത്തിനകം ഞാനത് തെളിയിക്കും. നോക്കിക്കോ. ഇത്രയും പറഞ്ഞ് ക്രുദ്ധനായി രാജാവ് അകത്തേക്ക് പോയി. പാവം തിലകപത്മൻ. അയാൾ കടുത്ത മാനസിക വ്യഥയോടെയാണ് സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നത്. അയാൾ നേരെ മകളുടെ മുറിയിലെത്തി നോക്കി. അവിടെ ഒരു കട്ടിലിൽ ലീലാവതിയും മറ്റൊരു കട്ടിലിൽ വിക്രമിയും ഉറങ്ങിക്കിടക്കുന്നു. മകളെ വെറുതെ ശങ്കിച്ചതിൽ അയാൾക്ക് മനസ്താപവും തോന്നി. എന്നാൽ രാജാവോ? വെറുതെ ഇരിക്കുന്ന തരക്കാരനായിരുന്നില്ല അയാൾ. ഒരു സംഘം ഭടന്മാരെ അയാൾ ആ ഗൃഹത്തിന് സമീപം നിർത്തി. ആരെല്ലാം എപ്പോഴെല്ലാം ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നുണ്ടെന്നുള്ളത് അറിയാനും കുടുംബാംഗമല്ലാത്ത ഏതെങ്കിലും യുവാവ് അവിടെ എത്തിയാൽ അയാളെ കൈയോടെ പിടിച്ചുകൊണ്ടുവരാനും രാജാവ് ഏർപ്പാടാക്കിയിരുന്നു. രാജഭടന്മാർ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരുന്നു. എന്നാൽ ആ ഗൃഹത്തിലേക്ക് പുറമേ നിന്ന് ആരും കടന്നു ചെന്നതായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 39 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയും തൻ്റെ ഊഹം ശരിയെന്ന് സ്ഥാപിക്കാൻ രാജാവിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ഇരിക്കപ്പുറതിയില്ലാതായി. കൂടുതൽ ഭടന്മാരെ അയാൾ നിയോഗിച്ചു. അന്ന് ഉഷ്ണം കൂടുതലായിരുന്നു. രാത്രി ഏവരും ഉറക്കമായി. പക്ഷേ വിക്രമിക്കും ലീലാവതിക്കും ചൂടുമൂലം ഉറങ്ങാൻ കഴിഞ്ഞില്ല. നമുക്ക് പുറത്തിറങ്ങി മരച്ചുവട്ടിൽ കിടക്കാം, വിക്രമി പറഞ്ഞു. അദ്ദേഹം തൻ്റെ സ്ത്രീവേഷം മാറ്റി ഒരു മുണ്ടും ഉത്തിരിയവും ധരിച്ച് പുറത്തു വന്നു. അങ്ങനെ വിക്രമാദിത്യനും ലീലാവതിയും കട്ടിൽ പുറത്തെടുത്തിട്ട് അതിനു മുകളിൽ കിടക്കി വിരിച്ച് ഉറങ്ങാൻ കിടന്നു. തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മുകളിൽ ഉറക്കമിളച്ച് തിലകപത്മന്റെ ഗൃഹത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന 4 ഭടന്മാർ ആ കാഴ്ച കണ്ടു.
ഒരു യുവാവും യുവതിയും മുറ്റത്തെ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നു. ശബ്ദമുണ്ടാക്കാതെ അവർ മതിൽ ചാടി ആ വീട്ടുമുറ്റത്തെത്തി. ഇളങ്കാറ്റിൻ്റെ തണുപ്പിൽ നല്ല ഉറക്കത്തിലാണ്ടുകിടന്ന ലീലാവതിയെയും വിക്രമാദിത്യനെയും അവർ കട്ടിലോടെ പൊക്കിയെടുത്ത് പുറത്തിറങ്ങി. കുറേ ദൂരം നടന്ന് വഴിയിൽ കണ്ടൊരു ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനുള്ളിൽ അവർ ആ കട്ടിൽ മെല്ലെ ഇറക്കി വെച്ചു. കട്ടിലിൽ കിടന്നവർ ഇതൊന്നും അറിയാതെ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. നാലമ്പലം പുറത്തുനിന്ന് അടച്ച് അവർ പുറത്ത് കാവൽ നിന്നു. വെളുക്കുന്ന നേരം നേരെ രാജകൊട്ടാരത്തിലെത്തി രാജാവിന് മുന്നിൽ രണ്ടുപേരെയും എത്തിക്കണമെന്നായിരുന്നു അവരുടെ താല്പര്യം. മധുരനായികയുടെ ഗൃഹത്തിലായിരുന്നു ഈ സമയം ഭട്ടി. ചുവരിൻ്റെ ഒരു പ്രത്യേക കോണിലിരുന്ന് ഗൗളി ചിലച്ചത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഗൗളിശാസ്ത്രത്തിൽ അതീവ പണ്ഡിതനായിരുന്നു ഭട്ടി. പെട്ടെന്ന് അദ്ദേഹം ചാടി എണീറ്റു. വിക്രമാദിത്യനെയും ലീലാവതിയെയും സ്വഗൃഹത്തിൽ നിന്ന് ചിലർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് 4 നാഴിക വടക്ക് ഒരു ക്ഷേത്രത്തിൽ നാലമ്പലത്തിൽ ബന്ധനസ്ഥനാണ്. ഭട്ടി പറഞ്ഞത് കേട്ടപ്പോൾ മധുരനായികയും പരിഭ്രാന്തയായി. നമുക്ക് അവരെ രക്ഷിക്കണം, പക്ഷേ എങ്ങനെ? അവൾ ചോദിച്ചു. വഴിയുണ്ടാക്കാം, ഭട്ടി ആശങ്ക തെല്ലുമില്ലാത്ത മട്ടിൽ മറുപടി പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ആ ഗൃഹത്തിൽ നിന്ന് ഒരു ശാന്തിക്കാരനും കൂടെ താലത്തിൽ പൂക്കളുമായി ഒരു വൃദ്ധയും പുറത്തിറങ്ങി. ഭട്ടിയും മധുരനായികയുമായിരുന്നു അവർ. ക്ഷേത്രത്തിന് മുന്നിൽ അവരെത്തി. ആ സമയം ഭടന്മാർ അവരെ തടഞ്ഞു. ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല, അവർ പറഞ്ഞു. ഇതെന്തു കഥ? ശാന്തിക്കാരൻ്റെ വേഷത്തിലെത്തിയ ഭട്ടി പറഞ്ഞു. 7:30 വെളുപ്പിന് മുൻപ് നട തുറന്ന് ഇവിടെ ഉഷപൂജ പതിവുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകും. നിങ്ങളെന്താ, ദേവനുള്ള പൂജ തടയാനുള്ള പുറപ്പാടാണോ? ഭട്ടി ചോദിച്ചു. ഭടന്മാർ ഒന്ന് ശങ്കിച്ചു. ശരി, എങ്കിൽ വേഗം പോയി നട തുറന്ന് വിളക്ക് വെച്ച് പൂജയും പെട്ടെന്ന് കഴിച്ച് പുറത്തിറങ്ങി പോരൂ. ഇടം വല നോക്കരുത്, ഭടന്മാർ പറഞ്ഞു. ഭട്ടിയും മധുരനായികയും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. നാലമ്പലത്തിൽ വിക്രമാദിത്യനും ലീലാവതിയും അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഭട്ടി അവരെ ഉണർത്തി വിവരങ്ങൾ ധരിപ്പിച്ചു. രക്ഷപ്പെടാനുള്ള വഴിയും ഉപദേശിച്ചു. അടുത്ത ക്ഷണം വിക്രമാദിത്യനും ലീലാവതിയും ശാന്തിക്കാരുടെ വേഷങ്ങൾ അണിഞ്ഞു. അമ്പലത്തിൽ ദീപം തെളിഞ്ഞു. മണി മുഴങ്ങുന്ന ശബ്ദമുയർന്നു. പിന്നീട് അകത്തേക്ക് പോയ അതേ രീതിയിൽ ഒരു ശാന്തിക്കാരനും വൃദ്ധസ്ത്രീയും പുറത്തിറങ്ങി നടന്നു പോവുകയും ചെയ്തു. ഭടന്മാർ പുലരുന്നതിന് മുൻപ് കട്ടിലും ചുമലിലേറ്റി രാജകൊട്ടാരത്തിലെത്തി. കട്ടിലിൽ ലീലാവതിയും ഒരു യുവാവുമാണ് ഉറങ്ങുന്നതെന്നും അവർ ധരിപ്പിച്ചു. ആ കട്ടിൽ അതുപടി ഒരു മുറിക്കുള്ളിലാക്കി വാതിലടച്ചുപൂട്ടാൻ രാജാവ് നിർദ്ദേശിച്ചു. രാജാവ് ആ ക്ഷണം തന്നെ തിലകപത്മനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ലീലാവതിയെ ഒരു യുവാവിനൊപ്പം ആ മുറിയിൽ ഞാൻ അടച്ചിട്ടുണ്ട്. പോയി നോക്കൂ. തിലകപത്മൻ ഞെട്ടിപ്പോയി. ചങ്കിടിപ്പോടെ അയാൾ രാജാവിനൊപ്പം ആ മുറിയിലേക്ക് നടന്നു. പക്ഷേ അവിടെ കോമളനായ ഒരു യുവാവും മധുരനായിക എന്ന ദാസിയെയുമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതെന്റെ മകളല്ല, ആശ്വാസത്തോടെ തിലകപത്മൻ ഉറക്കെ പറഞ്ഞു. വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയ ഞങ്ങളെ കട്ടിലോടെ തട്ടിക്കൊണ്ടുവന്നത് ആരാണെന്ന് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. രാജാവേ, അങ്ങ് എന്തിനത് ചെയ്തു? മധുരനായിക തേങ്ങിക്കൊണ്ട് ചോദിച്ചു. രാജാവ് ലജ്ജിതനായി ശിരസ്സു കുനിച്ചു. രാജാവ് എല്ലാവരോടും മാപ്പ് ചോദിച്ചു. തൻ്റെ തെറ്റിദ്ധാരണയും ഭടന്മാരുടെ വങ്കത്വവുമാണ് ഇങ്ങനെയൊക്കെ വരുത്തിവെച്ചതെന്ന് രാജാവ് കുറ്റസമ്മതത്തോടെ പറഞ്ഞു. ഭട്ടിയെയും മധുരനായികയെയും ഉടൻ അവരുടെ വീട്ടിലെത്തിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. സേവകർക്കും കിട്ടി കണക്കിന് ശകാരം. പഴയപടി ലീലാവതിയും വിക്രമിയും അവരുടെ സൗധത്തിൽ താമസിച്ചു വരവേ ഒരു നാൾ വ്യാപാരി കതിരേശന്റെ മകൻ സുഗതൻ മടങ്ങി വന്നു. അയാളുമായിട്ടായിരുന്നു ലീലാവതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നത്. വേറെ ഏതോ ദേശത്ത് താന്തോന്നിയായി കഴിഞ്ഞിരുന്ന സുഗതൻ ഒടുവിൽ തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയെന്നറിഞ്ഞപ്പോൾ തിലകപത്മന് ആശ്വാസമായി. പക്ഷേ സുഗതന്റെ സ്വഭാവദൂഷ്യങ്ങളെ പറ്റിയുള്ള വാർത്തകളും ഒപ്പം കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സുഗതൻ തിലകപത്മന്റെ വീട്ടിലെത്തി ലീലാവതിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെയാകാമെന്ന് തിലകപത്മനും സമ്മതിച്ചു. പക്ഷേ ലീലാവതിക്ക് അയാളോടത്ത് കഴിയാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറ്റണമെന്ന് അവൾ വിക്രമാദിത്യനോട് അപേക്ഷിച്ചു.
സുഗതൻ ഒരു നാൾ വീട്ടിൽ വന്നപ്പോൾ ലീലാവതിയെ കണ്ടില്ല. ആ സമയം അവിടെയുണ്ടായിരുന്ന വിക്രമിയെ അയാൾക്ക് വലിയ ഇഷ്ടമായി. ലീലാവതിയുടെ കൂട്ടുകാരിയുമായി അയാൾ ചങ്ങാത്തത്തിലുമായി. എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് കുറെ സംസാരിക്കാനുണ്ട്. എപ്പോഴാണ് സൗകര്യം? സുഗതൻ ചോദിച്ചു. അന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കുളപ്പുരയിൽ വരാമെന്ന് വിക്രമി വാക്കുകൊടുത്തു. സുഗതൻ രാത്രി പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധലേപനങ്ങൾ പൂശി കുളപ്പുരയിലെത്തി. വിക്രമിയുമായി അടുത്തുകൂടാൻ നോക്കിയ അയാൾക്ക് കണക്കിനു കിട്ടി. വിക്രമി കരവാൾ കൊണ്ട് അയാളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. സുഗതൻ ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തന്റെ ഭാവി ഭാര്യയെയും ശ്വസുരനെയും ഇനി എങ്ങനെ അഭിമുഖീകരിക്കും എന്ന മനപ്രയാസവും മൂക്കുപോയ വേദനയും മൂലം അയാൾ നാടുവിട്ടു. ആ മനുഷ്യൻ പിന്നീട് മടങ്ങി വന്നില്ല. വിക്രമിയുടെ വേഷം ഉപേക്ഷിച്ച് വിക്രമാദിത്യൻ ലീലാവതിയുടെ മുന്നിലെത്തി. ഇനി നിനക്ക് ആ വങ്കന്റെ ഉപദ്രവം ഉണ്ടാവില്ല. എന്റെ വേഷപ്പകർച്ചയും ഞാൻ നിർത്തുകയാണ്. നാളെ രാവിലെ സുഗതനെയും വിക്രമിയെയും കാണാതായതായി നാട്ടുകാർ അറിയും. അവർ ഇരുവരും ഒളിച്ചോടിയെന്ന വാർത്ത പരക്കും. ആ വാർത്തയ്ക്ക് വേണ്ട പ്രചാരം ഭവതിയും ചേർന്ന് നൽകണം. വിക്രമാദിത്യന്റെ വാക്കുകൾ ലീലാവതി ശ്രദ്ധയോടെ കേട്ടു. പിറ്റേന്ന് സുഗതൻ വിക്രമി എന്ന യുവതിയുമായി നാടുവിട്ട കഥ നാട്ടിൽ പാട്ടായി. തിലകപത്മന് അത് വലിയ നാണക്കേടുണ്ടാക്കി. പക്ഷേ പിന്നീട് അത് നന്നായി എന്നയാൾക്ക് തോന്നി. ഇങ്ങനെയുള്ള ഒരാൾ തന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവളുടെ ഭാവി എന്താകും എന്നോർത്തപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്നയാൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം. ആ രത്നവ്യാപാരി മകളെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അയാൾ തിരിച്ചുവന്ന് വിക്രമി എവിടെയെന്ന് ചോദിച്ചാലോ? അങ്ങനെ തന്നെ സംഭവിച്ചു. ഭട്ടി പഴയ രത്നവ്യാപാരിയുടെ വേഷത്തിൽ ഒപ്പം ഒരു യുവാവിനെയും കൂട്ടി മടങ്ങിയെത്തി. വിക്രമാദിത്യനായിരുന്നു ആ യുവാവ്. അങ്ങയുടെ സഹായത്താൽ എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറി. എന്റെ മകളുടെ ഭർത്താവിന് തിരികെ ലഭിച്ചു. ഇനി മകളെയും കൂട്ടി സ്വദേശത്തേക്ക് മടങ്ങാമെന്ന് കരുതുന്നു. തിലകപത്മൻ ഒന്നും മിണ്ടാതെ നിന്നു. വേഗം എന്റെ മകളെ വിളിക്കൂ, അവളെ കാണാൻ ധൃതിയായി, ഭട്ടി പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തെ, മാപ്പാക്കണം. താങ്കളുടെ മകളെയും കൊണ്ട് സുഗതൻ ഒളിച്ചോടി. അവന് ഈ വീട്ടിൽ ഇത്തിരി സ്വാതന്ത്ര്യം നൽകിപ്പോയി. എനിക്ക് പറ്റിയ പിഴയാണ്, തിലകപത്മൻ ക്ഷമാപണപൂർവം പറഞ്ഞു. അതോടെ ബഹളമായി. വ്യാപാരിയുടെ വശത്തിലെത്തിയ ഭട്ടി വിട്ടുകൊടുത്തില്ല. തന്റെ ഭാര്യയെ കൂടാതെ ഒരു ജീവിതമില്ലെന്ന് യുവാവും പറഞ്ഞു. താൻ രാജാവിനെ സമീപിച്ച് പരാതി പറയാൻ ഭാവിക്കുകയാണെന്ന് യുവാവ് ഭീഷണിപ്പെടുത്തി. അതോടെ അയൽക്കാരും സ്ഥലത്തെ പ്രധാനികളും രംഗത്തെത്തി. ഒരു ഒത്തുതീർപ്പിനു വേണ്ടി ചർച്ചയായി. ഒടുവിൽ യുവാവിന് വിക്രമിക്ക് പകരം തന്റെ മകൾ ലീലാവതിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തിലകപത്മൻ സമ്മതിച്ചു. അങ്ങനെ പ്രശ്നപരിഹാരമായി. ലീലാവതിയുടെ കൈപിടിച്ച് വിക്രമാദിത്യൻ ഭട്ടിയോടും വേതാളത്തോടും കൂടി ഉജ്ജയിനിലേക്ക് തിരിച്ചു. കഥയുടെ അവസാനം സാലഭഞ്ജിക ഭോജരാജാവിനോട് ചോദിച്ചു. ബുദ്ധിശക്തിയിലും ധീരതയിലും ഞങ്ങളുടെ സ്വാമിക്ക് തുല്യം ആരെങ്കിലും ഉള്ളതായി അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഭോജരാജാവ് സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇരുന്ന മഹാസിംഹാസനത്തിൽ അങ്ങയെപ്പോലൊരു സാധാരണ ഭൂപാലൻ കയറിയിരിക്കാൻ തിടുക്കപ്പെടുന്നത് എന്തിനാണ്? അതിന് മറുപടി പറയാൻ ഭോജരാജാവിന് വാക്കുകൾ കിട്ടിയില്ല. അദ്ദേഹം അന്നത്തെ പരിപാടികളൊക്കെ നിർത്തി നേരെ കൊട്ടാരത്തിലേക്ക് മടങ്ങി.